നമസ്കാരം. ഒടുവിൽ ആര് തോറ്റു? മഹാനായ ലോക പോലീസ് കളിക്കുന്ന സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തോറ്റു. അതും ഇന്ത്യയുടെ കാവൽ സിംഹം മോദിക്ക് മുന്നിൽ. താരിഫ് ചുമത്തുന്നത് ഉൾപ്പെടെ കരാറിൽ നിന്ന് പിന്മാറുമെന്ന ഭീഷണിയും പാകിസ്ഥാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചു എന്നുള്ള അധികാരവാദങ്ങളും ഒക്കെ കേട്ടിട്ടും കരിങ്കല്ല് പോലെ ഉറച്ചുനിന്ന നിലപാടിൽ അണുവിട വ്യതിചലനം വരുത്താതെ 140 കോടി ഇന്ത്യൻ ജനതയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമല്ലാത്തതൊന്നും ആരുടെ ഭീഷണിക്ക് മുന്നിലും മുട്ടുമടക്കി ഭാരതത്തിന്റെ മുഴുവൻ അഭിമാനം പണയപ്പെടുത്തി വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന മോദിയുടെ ഉറച്ച നിലപാടിന് മുന്നിൽ ഒടുവിൽ ട്രംപ് മൂക്കും കുത്തി വീണു എന്ന് വേണം പറയാൻ. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ച ഒരു വാക്ക് ആഗോള രാഷ്ട്രീയ വേദികളിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കുകയാണ്. മോദി ഒരു മഹാനായ നേതാവും എന്റെ നല്ല സുഹൃത്തുമാണ്. അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കാനുള്ള ആഗ്രഹമുണ്ട് എന്നാണ് ആ വാക്കുകൾ. ഈ വാക്കുകൾ വെറും സൗഹൃദ പ്രസ്താവനയല്ല, മറിച്ച് ട്രംപ് ഭരണകാലത്ത് ഇന്ത്യയെ അനാദരവോടെ കണ്ടിരുന്ന, ഇന്ത്യൻ ഉന്നമനത്തിനെതിരെ നിലകൊണ്ടിരുന്ന ഒരു നേതാവിന്റെ പരാജയ സമ്മതമാണ് എന്ന് വേണം വിലയിരുത്താൻ. മോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു ശക്തമായ രാഷ്ട്രമായി ഉയർന്നിരിക്കുകയാണ്. സാമ്പത്തിക ശക്തിയിൽ, പ്രതിരോധ ശേഷിയിൽ, ആഗോള സ്വാധീനത്തിൽ, അങ്ങനെ എല്ലാ രംഗത്തും ഇന്ത്യയുടെ പേര് ഉയർന്നു കേൾക്കും. എന്നാൽ ട്രംപിന്റെ ഭരണകാലത്ത് അമേരിക്കൻ നയങ്ങൾ ഇന്ത്യയോട് അത്ര സൗഹൃദപരമായിരുന്നില്ല. പ്രത്യേകിച്ച് ഇറക്കുമതി തീരുവകൾ, വിസ നിയന്ത്രണങ്ങൾ, ഇന്ത്യൻ ടെക് മേഖലയ്ക്ക് നേരെയുള്ള ഭീഷണികൾ തുടങ്ങിയ നയങ്ങൾ വഴി ട്രംപ് പലപ്പോഴും ഇന്ത്യയെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ മോദിയുടെ ഉറച്ച നയതന്ത്ര തന്ത്രങ്ങൾ ട്രംപിനെ അടിച്ചമർത്തി. ഇന്ന് അദ്ദേഹം മോദിയെ ഗ്രേറ്റ് മാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആ പരാജയത്തിന്റെ പ്രത്യാഘാതത്തിലാണ്. നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും ജനപ്രീതി നേടിയ നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ വികസന ദൗത്യങ്ങൾ, മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, ഗതിശക്തി മിഷൻ തുടങ്ങിയ പദ്ധതികൾ ഇന്ത്യയെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിക്കഴിഞ്ഞു. ഈ കാഴ്ചപ്പാടാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയോട് ആദരവോടെ സമീപിക്കുന്നതിന് കാരണമാകുന്നത്. ട്രംപ് ഭരണകാലത്ത് അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ പ്രധാന ലക്ഷ്യം അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യമായിരുന്നു. എന്നാൽ മോദിയുടെ സമീപനം വസുധൈവ കുടുംബകം, അതായത് ലോകം മുഴുവൻ ഒരു കുടുംബം എന്ന ഇന്ത്യൻ മൂല്യത്തിലാണ് അധിഷ്ഠിതമായിരുന്നത്. ഈ രണ്ട് തത്വങ്ങൾ മാത്രം മതി മോദി എന്താണ് എന്നും ട്രംപ് എന്താണ് എന്നും ലോകത്തിന് തിരിച്ചറിയാൻ. ട്രംപ് തന്റെ ആധികാരികമായ സ്വാർത്ഥത നിറഞ്ഞ രാഷ്ട്രീയ ശൈലിയിലൂടെ ലോകത്ത് ഭീതിയും വിഭജനവുമാണ് സൃഷ്ടിച്ചത്. മറിച്ച് മോദി കൂട്ടായ്മയിലൂടെയും സൗഹൃദത്തിലൂടെയും ശക്തമായ ബന്ധങ്ങൾ സൃഷ്ടിച്ചു. അമേരിക്കൻ ജനത തന്നെ ഇന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു മോദിയുടെ ദീർഘവീക്ഷണവും ട്രംപിന്റെ അഹങ്കാരവും തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണ്. ട്രംപ് ഭരണകാലത്ത് ചൈനയോടുള്ള സാമ്പത്തിക യുദ്ധം, ഇറാനുമായുള്ള ബന്ധവിച്ഛേദനം, യൂറോപ്പുമായുള്ള സംഘർഷങ്ങൾ എന്നിവ കാരണം അമേരിക്കയുടെ ആഗോള സ്വാധീനം ക്ഷയിച്ചു. മറിച്ച് അതേ കാലഘട്ടത്തിൽ മോദി ഇന്ത്യയെ ലോകവേദികളിൽ ശക്തമായ ശബ്ദമാക്കി മാറ്റി. അന്താരാഷ്ട്ര നയതന്ത്ര വേദികളിൽ ഇന്ത്യയുടെ വാക്കുകൾക്ക് തൂക്കം ലഭിച്ചു തുടങ്ങി. റഷ്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, അങ്ങനെ ലോകത്തെ എവിടെയായാലും ഇന്ത്യയുടെ പങ്ക് നിർണായകമായി മാറിക്കഴിഞ്ഞു. ട്രംപ് ഇന്ത്യയോട് കയറ്റുമതി തീരുവകളിൽ കടുത്ത നിലപാട് സ്വീകരിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തി. എന്നാൽ അതേ ട്രംപ് തന്നെയാണ് ഇന്ന് മോദിയോട് സൗഹൃദം പ്രകടിപ്പിക്കുന്നത്. കാരണം മോദി തന്റെ നയതന്ത്ര ബുദ്ധിയാൽ ആഗോള രാഷ്ട്രീയത്തിൽ ട്രംപിനേക്കാൾ വലിയ സ്ഥാനം നേടിക്കഴിഞ്ഞു. ഈ സത്യം ട്രംപ് തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നും പറയണം. അമേരിക്കയിൽ തന്നെ ട്രംപ് അനുയായികൾ പോലും ഇന്ന് മോദിയുടെ നയങ്ങൾ ശരിയാണെന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. മോദിയെ പിണക്കരുത് എന്ന് ശബ്ദം ഉയർത്തിക്കഴിഞ്ഞു. മോദിയുടെ ഭരണകാലത്ത് ഇന്ത്യ തികച്ചും അപ്രതീക്ഷിത മാറ്റം കാഴ്ചവെച്ചു. ദാരിദ്ര്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച സർക്കാർ, സ്ത്രീ സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനും മുൻഗണന നൽകിയ ഭരണകൂടം, പരിസ്ഥിതി സംരക്ഷണത്തിൽ ലോകത്തിന് മാതൃകയായ ഇന്ത്യ, ഇത്തരത്തിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച, നടപ്പിലാക്കി വിജയിച്ച തലത്തിൽ എണ്ണിപ്പറയാവുന്ന ഒരു നേട്ടം പോലും ട്രംപിന്റെ കാലത്ത് അമേരിക്കയിൽ കാണാനായില്ല. മോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സ്വയം പര്യാപ്തമായ ആത്മനിർഭർ ഭാരത് സൃഷ്ടിച്ചു. ഈ നേട്ടങ്ങൾ ട്രംപിനെയും ലോക നേതാക്കളെയും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാൻ നിർബന്ധിതരാക്കി. ട്രംപ് മോദി ഗ്രേറ്റ് മാൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വ്യക്തമാണ്. ആഗോള രാഷ്ട്രീയത്തിൽ മോദിയാണ് ഇപ്പോൾ മുന്നണി നായകൻ, മോദിയാണ് ഇപ്പോൾ താരം. അമേരിക്കൻ നേതാക്കൾക്കും ഇപ്പോൾ ഇന്ത്യയുടെ പിന്തുണ അനിവാര്യമായി മാറിയിരിക്കുന്നു. അങ്ങനെ ഇന്ത്യൻ മണ്ണിനെ പുച്ഛിച്ച നേതാവ് ഒടുവിൽ മോദിയെ കാണാൻ ഇന്ത്യൻ മണ്ണിലേക്ക് കാലുകുത്തേണ്ട സ്ഥിതിയിൽ എത്തി നിൽക്കുമ്പോൾ ഭാരതത്തിലെ ഓരോ മൺതരിയോടും ട്രംപ് കാണിച്ച നെറുകേടാണെങ്കിലും അതിന് മാപ്പില്ല എങ്കിലും ട്രംപെ ഇന്ത്യൻ മണ്ണിൽ കാലുകുത്താൻ ഭയം വേണ്ട. കാരണം ഭാരതത്തിനൊരു സംസ്കാരമുണ്ട്, അതിഥി ദേവോ ഭവ എന്ന സംസ്കാരം.
ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച